നോക്കൂ, നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കാണുമ്പോൾ പലരും പല രൂപത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. വേദന ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതിലുപരി അവിടെ ഒരു വീക്കം ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വീക്കം ഉണ്ടായാൽ തന്നെ അത് എന്തോ ഒരു പർപ്പസിന് എവിടെയെങ്കിലും വെച്ച് കുത്തുകയോ അല്ലെങ്കിൽ വെച്ച് കുത്താതെ തന്നെ ആന്തരികമായി ഉണ്ടാകുന്ന ഒരു രോഗശമന പ്രക്രിയയുടെ ഭാഗമായോ ഒക്കെ തന്നെയാണ് നീർക്കെട്ടുണ്ടാകുന്നത്. പക്ഷേ പലപ്പോഴും നീർക്കെട്ടിനെ കാണുമ്പോൾ ആളുകൾ ഭയപ്പെടാറുണ്ട്, അതിന് വല്ല കിഡ്നി ഫെയിലറുമായിരിക്കുമോ എന്ന്. നോക്കൂ, ഗർഭിണികൾക്ക് ശരീര നീർക്കെട്ടുണ്ടാകുന്നത് പോലെ, പല്ലുവേദന ഉണ്ടാകുന്ന നീർക്കെട്ടുണ്ടാകുന്നത് പോലെ, കാല് മുട്ടുവേദനക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ധികളിലോ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് സുഖപ്പെടുന്നതിൻ്റെ ഭാഗമായി ശരീരം തന്നെ നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സാണ് നീർക്കെട്ട്. ഇതിനെ ഭയക്കുന്നതിന് പകരം കൃത്യമായി ആഹാരം ക്രമീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വെള്ളം കൂടി നന്നായി കുറച്ചുകൊണ്ട്, വിശപ്പ് സാധാരണഗതിയിൽ കുറവായിരിക്കും, ആ സമയത്ത് ആഹാരം വളരെ അല്പം മാത്രം കഴിച്ചുകൊണ്ട്, പറ്റുമെങ്കിൽ ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട്, ദാഹമുള്ള സമയത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം കുടിച്ചുകൊണ്ട്, കഴിവിൻ്റെ പരമാവധി വെള്ളം കൂടി പരിപൂർണമായി ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ നീർക്കെട്ടിനെ കൈകാര്യം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ വേഗത്തിൽ മറ്റ് കാര്യമായ ചികിത്സ ഒന്നുമില്ലാതെ തന്നെ സുഖപ്പെടാനുള്ള സൗഭാഗ്യം ഉണ്ട്. എന്നിരുന്നാൽ പോലും ആ വേദന നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അക്യുപഞ്ചർ നീഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു സുഖം തന്നെയായിരിക്കും. ഏതായാലും നീർക്കെട്ട് അത് വലിയ ഏതെങ്കിലും രോഗത്തിലേക്കുള്ള അടയാളമാണോ എന്ന് ഭയക്കുന്നതിന് പകരം വളരെ ലളിതമായ ചികിത്സയിലൂടെ പരിപൂർണമായി സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് തിരിച്ചറിയുക. താങ്ക് യു.